കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ പാർട്ടാണ് കേട്ടോ ഇത്. നമ്മളെ വീഡിയോ കുറച്ച് ലെങ്തായി പോകുമെന്ന് വെച്ചിട്ടാണ് വീഡിയോ രണ്ടായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഞാൻ പാകുന്നത് ഇതുപോലത്തെയുള്ള പ്ലാസ്റ്റിക് കപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കപ്പ് ഞാൻ ഓരോ വീഡിയോയിലും ഇങ്ങനെ പ്ലാന്റ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ചോദിക്കേണ്ടായി, എവിടെ നിന്നാണ് ഈ കപ്പ് വാങ്ങിയെന്ന്. ഇത് കുറച്ച് പഴയ കപ്പുകളാണ് കേട്ടോ. നമുക്ക് നമ്മുടെ അമ്മയുടെ കടയിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കപ്പുകൾ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ കൊറോണ ടൈമിലൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമായിരുന്നല്ലോ, വെള്ളം മറ്റുമൊക്കെ കൊടുക്കാനായിട്ടൊക്കെ വാങ്ങിയ കപ്പാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് അവിടെ ഉണ്ടായിരുന്നു. ആ കപ്പുകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിന് ഇപ്പോൾ പ്ലാന്റ് നടാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ പേപ്പർ കപ്പിലൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് പോവുകയും ഇങ്ങനെ പ്ലാസ്റ്റിക് കപ്പാകുമ്പോൾ ഒരുവിധം ഇങ്ങനെ നമുക്ക് കുറച്ച് നേരം കൈകാര്യം ചെയ്യാൻ, അത് കുറച്ച് നാളിങ്ങനെ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റും. പിന്നെ ഈ ഗ്ലാസ്സൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അലോഡല്ല കേട്ടോ. നമ്മൾ യൂസ് ചെയ്തിട്ട് വലിച്ചെറിയാനും ഒന്നും പാടില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് സീഡ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് അറിയില്ല കേട്ടോ. ഫസ്റ്റ് ഒരു സീഡ് പാകിയപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് മോട്ടിവേഷൻ കയറിയിട്ട് ഞാൻ ചറവറ അങ്ങ് സീഡ് പാകാമെന്ന് വിചാരിച്ചു. ഒരു 5 സീഡിനൊക്കെ 100, 120, 150 റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ പാകുന്നത് ഏത് റേറ്റിലെ സീഡാണെന്നൊന്നും എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ ഇതേപോലെ കൊക്കോ പിറ്റിൻ്റെ കമ്പോസ്റ്റ് അടിയിൽ വെച്ചിട്ട് അതിനകത്തേക്ക് സീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ ചെറിയ സ്പ്രേയർ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ കയ്യിൽ ഡ്രോപ്പായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് സീൽ ചെയ്യുക. കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റേ ഇത് നമ്മൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ കുറച്ച് കണ്ണുകൾ കൊടുത്തിട്ട് ആ ഒരു പാത്രം എടുത്താലും മതി. അതിലാകുമ്പോൾ നമുക്കിങ്ങനെ അടപ്പ് സീൽ ചെയ്ത് വയ്ക്കാം. ഇപ്പം എനിക്ക് അത്രത്തോളം ഒരുപാട് ഇങ്ങനെ സൈഡില്ലാത്തത് കൊണ്ട്, കാരണം ഒരു വെറൈറ്റിയിൽ 5 സൈഡൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഈ ഒരു കപ്പിൽ പാകിയതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്കിതുപോലെ ഇങ്ങനെ സീൽ ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന സീഡിന് കുറച്ചിങ്ങനെ അനക്കം സംഭവിക്കുമേ. അപ്പോൾ ഈ ടേപ്പൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലാന്നുണ്ടെങ്കിൽ സീഡ് ജെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഈ ഒരു കപ്പിൻ്റെ നെഗറ്റീവായിട്ട് തോന്നുന്നു. കാരണം അത്യാവശ്യം ഇങ്ങനെ സ്റ്റേബിളായിട്ടുള്ള കപ്പല്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ എന്താണ് വഴുതി പോകുന്നൊരു ടൈപ്പാണ്. അതായത് ഭയങ്കര തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അറിയാമല്ലോ, നമ്മൾ ഏറ്റവും ലോ റേറ്റിലുള്ള പ്ലാസ്റ്റിക് കപ്പാണ്. അപ്പോൾ നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് കപ്പല്ലേ. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ കപ്പ് ഇപ്പോൾ നിലവിൽ ആരും സെയിൽ ചെയ്യാത്തത് കേട്ടോ. പിന്നെ പേപ്പർ കപ്പ് എനിക്കധികം വലിയ താല്പര്യമില്ല. പിന്നെ കുറച്ച് വിങ്കയും നമ്മുടെ പെറ്റൂണിയും ഒക്കെ ഇത് ഇങ്ങനെ ഇവിടെ ഹാളിലല്ല കേട്ടോ, നമ്മുടെ സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഇനി ഇവിടെ നിന്ന് സ്ഥലം മാറ്റണം. അപ്പോൾ അതിന് നമ്മുടെ ഒരു പോളി ഹൗസ് ഓക്കെ ആയി വന്നാൽ നമ്മളിതെല്ലാം എടുത്ത് മാറ്റുകയും പിന്നെ കുറച്ച് സീഡൊക്കെ ഞാനിങ്ങനെ പൊടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പാകി വെച്ചപ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ കയറിയിട്ട് ഞാൻ പെറ്റൂണി ഒന്ന് പാകാമെന്നും പറഞ്ഞിട്ട്, നമ്മുടെ ഈസി വേവിൻ്റെ പെറ്റൂണിയാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 സീഡ് പോഡ് ഓക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ നിന്ന് സീഡ് പോഡ് കട്ട് ചെയ്തിട്ട് പാകാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്ക് ഹാൻഡ് പോളിനേഷനൊക്കെ ചെയ്യുമ്പോൾ, പെറ്റൂണിയിൽ ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി സീഡും കാര്യങ്ങളൊക്കെ കിട്ടുവേ. അപ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെയ്ക്കും ഹാൻഡ് പോളിനേഷനും കാര്യങ്ങളും ഒന്നും ഒരു പ്ലാന്റിലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ കുറേ പെറ്റൂണിയ നമ്മളിങ്ങനെ വച്ചിരുന്നത്, കുഞ്ഞു തൈകൾ വെച്ചിരുന്നത് വലുതായി വന്നു. ഒരു 10-20 തൈക്ക് മേലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുപാടെണ്ണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് പാഴിപ്പോയി. കാരണം ഒരുപാട് പ്ലാന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ചിലപ്പോൾ വെള്ളം മിസ്സായി പോകുമ്പോഴൊക്കെ ഇങ്ങനെ പെറ്റൂണിയ പ്ലാന്റ് ഒരുപാട് ചീത്തയായിപ്പോയി. പിന്നെ കാര്യമാക്കാണ്ട് നമ്മളങ്ങോട്ട് മുന്നേക്ക് പോവുകയാണ്. പെറ്റൂണിയ റിപ്പോർട്ട് ചെയ്യും, പിറ്റേന്ന് നോക്കുമ്പോൾ പട്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതിനോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 1-2 കമൻറ്റ്സ് ഞാൻ ശ്രദ്ധിച്ചു. അതിലൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്ലാന്റ് ഉണ്ടോ, സീഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തേലും ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്തോ ഒരു കമൻറ്റ് ചെയ്തിന്. പേര് മറന്നുപോയി കേട്ടോ, എന്തോ ഡബ്ല്യൂയിൽ തുടങ്ങുന്ന പേരാണെന്തോ, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. കറക്റ്റായിട്ടൊരു ഐഡിയ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആ പുള്ളിക്കാരിക്ക് മനസ്സിലാവാൻ വേണ്ടി, പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ എന്നൊന്നും അറിയില്ല കേട്ടോ, അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്.
ഞാൻ ചെയ്യുന്നത് ഹോം ഗാർഡനാണ്. ഞാൻ സെയിലല്ല ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതലും പ്ലാന്റ്സിനെ കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഞാൻ ക്ലിയറായിട്ട് പറയുകയാണ്. നമ്മുടെ കയ്യിൽ വന്നിട്ട് പ്ലാന്റ് ഉണ്ടോ, സീഡുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു പ്ലാന്റ് കാണിച്ചിട്ട് സെയിലെന്ന് പറയുകയാണ്. നിങ്ങൾ ചോദിക്കുകയാണ് പ്ലാന്റ്സ് തരാൻ പറയുമ്പോൾ ഞാനത് തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനൊരു കമൻറ്റ് അവിടെ ചെയ്യുന്നത് വാല്യുബിളാണ്. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈപ്പ് ഉള്ള കമൻറ്റ് ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനുള്ള കമൻറ്റാണ്. ഞാൻ ഏത് രീതിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന കമൻസ് എല്ലാ കാര്യങ്ങൾ എന്തായാലും ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് അത്രത്തോളം ഇമോഷണലായിട്ട് എന്നെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ കരയുക ചെയ്യാറുള്ളത്. അത് എന്ത് കാര്യമായാലും, എന്നെ വേദനിപ്പിക്കുന്ന എന്ത് കാര്യമായാലും ഫസ്റ്റ് എനിക്ക് സങ്കടമാണ് വരാറുള്ളത്. പക്ഷെ അതിന് ശേഷം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും പറയാനായിട്ട് പറ്റാത്തൊരാളാണ്. എന്നെ അറിയാമെന്നുള്ളവർക്ക്, അതായത് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി കാലം ഇങ്ങനെ പരിചയമുള്ളവർക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ക്യാരക്ടറും ഒക്കെ അറിയാമെന്നുള്ളത്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആദ്യം ഇങ്ങനെ നമ്മളിങ്ങനെ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. എനിക്കെതിരെ എന്തെങ്കിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനപ്പുറം ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ആ കമൻസൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത് എനിക്ക് ഒരു പിടുത്തവും ഇല്ലാത്തൊരാളാണ്. അതുകൊണ്ട് മാക്സിമം എന്നെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ നമ്പറിലേക്ക് അങ്ങനെ കോൾ ചെയ്യരുത്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് പഴയ വീഡിയോസിലൊക്കെ, അപ്പോൾ വാട്സപ്പ് നമ്പറൊക്കെ ചെക്ക് ചെയ്തിട്ടൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ കോൾ ചെയ്യരുത്. കോൾ ചെയ്യുമ്പോൾ എനിക്കറിയാമല്ലോ, ഞാൻ അത്യാവശ്യം ഇങ്ങനെ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തിരക്കിലാണ്. പിന്നെ പിള്ളേരെ പഠിത്തം കാര്യങ്ങളും ഒക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കോൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പറയും, വിളിക്കാനാണെങ്കിൽ ഞാൻ അങ്ങനെ കോൾ ചെയ്യാൻ പറയുവേ. അങ്ങനെ നമ്മുടെ പെറ്റൂണിയുടെ സീഡ് ഞാൻ ഇതുപോലെ പാകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സീഡ് പോഡ് പാകിയപ്പോൾ തന്നെ ഒരു കപ്പ് നിറഞ്ഞു. അപ്പോൾ അടുത്ത സീഡ് പോഡിലേക്ക് ഞാൻ സീഡ് പോഡ് എടുത്തിട്ട് പാകാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ റെഡ് പെറ്റൂണിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, സീഡ് അവൈലബിൾ ആണോ എന്നും. സത്യം പറഞ്ഞാൽ ആ പ്ലാന്റിന് സീഡ് ഉണ്ടാവുന്നത് കുറവാണ് കേട്ടോ. ഞാൻ പ്ലാന്റായിട്ട് കിട്ടിയ പ്ലാന്റിനെയാണ് പിന്നെയും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ സീഡ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നമ്മുടെ നാടൻ പോലെയൊക്കെയാണ്. ഇങ്ങനെ ഇടവിട്ടൊക്കെ എവിടെയൊക്കെയോ സീഡ് വരുന്നതുണ്ട്, അല്ലാണ്ട് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് സീഡ് വരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എന്തോ ഒരു കമൻറ്റ് പറയണമെന്ന് വിചാരിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സീഡ് എവിടെ നിന്നാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സീഡ് കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടോ. സീഡ് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഉണ്ടായിരുന്ന ടൈമിൽ നമ്മളത് സെയിലിട്ടിരുന്നു. അന്നേരം നമ്മളതിൽ നിന്ന് സീഡ് വാങ്ങിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ സീഡില്ല. കാരണം ഈ മഴയൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് മിസ്സായി പോകുമല്ലോ. അപ്പോൾ നമുക്കായിട്ട് പ്ലാന്റ്സ് വെക്കണം എന്നുള്ളതുകൊണ്ട് സീഡ് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ സീഡ് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന എല്ലാവർക്കും സീഡിൻ്റെ അവൈലബിലിറ്റി കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒത്തിരി സെല്ലേഴ്സ് ഉണ്ട് സീഡ് വിൽക്കുന്നത്. അപ്പോൾ പർട്ടിക്കുലർ സെല്ലേഴ്സിൻ്റെ നിന്നല്ല ഞാൻ സീഡ് കളക്ട് ചെയ്യുന്നത്, ഒത്തിരി സെല്ലേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സെല്ലേഴ്സിൻ്റെ നിന്ന് വേണമെങ്കിലും സീഡ് വാങ്ങാം. നമുക്ക് ഓൺലൈനിൽ ഒരുപാട് ഫെസിലിറ്റി അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സീഡൊക്കെ അങ്ങനെയൊക്കെ തപ്പി പിടിച്ച് വാങ്ങിക്കുക. ഇപ്പം നമ്മൾ ഒരാളെ പറഞ്ഞു തരുമ്പോഴത്തേക്കും അവരിൽ നിന്ന് സീഡ് വാങ്ങുമ്പോൾ ജെർമിനേഷൻ ഇല്ലെങ്കിൽ അത് നമുക്കൊരു പോരായ്മയായിട്ട് വരും. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സെല്ലേഴ്സിൻ്റെയും കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത് നമ്മുടെ കണ്ടൻറ്റിനകത്ത്.